ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോ പാട്രിയോട്ട് സിനിമയ്ക്ക് പോവാണ്. പേട്രിയറ്റ് സിനിമയ്ക്ക് പോവാണ്. ഇന്ന് റിലീസ് ചെയ്ത പടമാണ്. മമ്മൂട്ടിയും മോഹൻലാലും കുഞ്ചാക്കോ ബോബനും വേറെ ആരൊക്കെയാണോ? നയൻതാര, രേവതി. നയൻതാര, രേവതി, അങ്ങനെ അതെ, ഒരു കൂട്ടം ആർട്ടിസ്റ്റുകൾ ഒരുമിച്ചുള്ള ഒരു മൂവിയാണ്. അപ്പോൾ അതിന്റെ റിവ്യൂ നമ്മൾ നോക്കിയിട്ടില്ല. നമ്മൾ നേരെ ഡയറക്റ്റ് ഇതായിപ്പോ പോവാണ്. ആൻഡ് ഞങ്ങളിപ്പോ ട്രിവാൻഡ്രത്താണുള്ളത്. ഹായ് കൊടുക്ക. ഹായ്, ബാക്കിൽ എന്റെ മാതാശ്രീ ഉണ്ട്. ഇനി ടിക്കറ്റ് കിട്ടാത്തോണ്ട് 23 കിലോമീറ്റർ അപ്പുറമുള്ള ആ തിയേറ്റർ എന്താ ഏതാന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ആ തിയേറ്ററിലേക്കാണ്. ഹരിശ്രീ 4K ഡോൾബി അറ്റ്മോസ് ആണ് അല്ലേ? 7.1 4K ആണ്. 4K ആണ്. എഴുതിയിട്ടുണ്ട്. അപ്പോ നമ്മൾ ആദ്യമായിട്ടാണ് ആ തിയേറ്ററും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. കണ്ടിട്ട് പഴയൊരു സീറ്റിംഗ് ഒക്കെ പഴയതായിരിക്കും എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, അവിടെ ചെന്നിട്ട് നോക്കാം. വേറെ ഇവിടെ ഒന്നും കിട്ടാത്തത് കൊണ്ടാണ്, സിറ്റിയിലൊന്നും ഇല്ല, എല്ലാം ഫില്ലായി. അതുകൊണ്ടാണ് ഇത്രയും ദൂരെ പോയിട്ട് ആ പടം കാണുന്നത്. ആൻഡ് കണ്ണൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ട്, എൻ്റെ കസിൻ ചേട്ടനാണ്. ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ റാപ്പിഡോയിൽ ഓൾറെഡി അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിനിമയ്ക്ക് പോവാം എന്ന പ്ലാനുമായിട്ട് ഇതേ ഇറങ്ങിയിട്ടുണ്ട്. കാണാം. അപ്പോൾ ഇത് ഒരു ട്രിവാൻഡ്രം വ്ളോഗായിരിക്കും. ആൻഡ് നാളെയും കുറച്ച് പ്ലാൻസ് ഉണ്ട്. അച്ഛൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ട്രിവാൻഡ്രം വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചായ കുടിക്കാനായിട്ട് അവിടെ കയറി. എനിക്ക് ഈ മുളക് ബജി നല്ല ഉള്ളി. സാമ്പ്രദായിനി സുപ്പിനി സുഖപൂസ. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. ദിസ് മൂവി നമ്മളത് കാണാൻ പോകുന്നത്. തപ്പി നടക്കുന്നു അച്ചു. കണ്ടിട്ട് വലിയ കുഴപ്പമില്ല. അകത്ത് കയറിയിട്ട് നോക്കാം. ഓക്കെ. അപ്പോൾ സെക്കൻഡ് ഡേ ആണ് നമ്മൾ ട്രിവാൻഡ്രത്തില്. ഇന്നലെ നമ്മൾ സിനിമയ്ക്ക് പോയി. അപ്പോൾ സിനിമയുടെ വിശേഷം അധികം ഒന്നും നമ്മൾ പറഞ്ഞില്ല, സംസാരിച്ചില്ല. അപ്പോൾ അത് സംസാരിക്കാം. സിനിമ ഏറ്റവും കൂടുതൽ റിവ്യൂ ചെയ്യാൻ എന്നെക്കാട്ടിലും നന്നായിട്ട് ചെയ്യുന്നത് അച്ചു ഹരിദാസ് ആണ്. ഇന്നലത്തെ സിനിമയെ പറ്റി 2 വാക്ക് സംസാരിക്കും അച്ചു. എങ്ങനെയാണ്? എനിക്കൊരു ആവറേജ് അനുഭവമാണ്. ഫസ്റ്റ് ഹാഫ് വാസ് വെരി നൈസ്. സെക്കൻഡ് ഹാഫ് കുറച്ച് കൺവീനിയന്റ് റൈറ്റിംഗ് ആണ്. അതായത് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു അതെല്ലാം നടക്കുന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മഹേഷ് നാരായണൻ സ്റ്റൈലാണ് കാര്യം. പക്ഷെ മമ്മൂട്ടിയും മോഹൻലാലിനെയും പോലെ 2 ബിഗ് സ്റ്റാർസിനെ കിട്ടിയിട്ട് അതിനൊത്ത കുറെ ഹൈ മൊമെന്റ്സ് കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അത്ര സാറ്റിസ്ഫൈഡ് അല്ല ആ ഒരു പരിപാടി. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് എനിക്ക് ഇതേപോലെ ലാഗ് അത്യാവശ്യം ഫീൽ ചെയ്തു. എനിക്ക് കുറച്ച് ലാഗ് എനിക്ക് ഫീൽ ചെയ്തില്ല. അതാ പറഞ്ഞ് എനിക്കെന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കര കൺവീനിയന്റ് ആയിട്ട് തോന്നിയതായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നത് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. സ്പീഡിനോ പേസിനോ ഒന്നും കുറവ് ഫീൽ ചെയ്തില്ല. പക്ഷെ അത് പടം മറ്റേ OTT-യിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് സംസാരിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് റൈറ്റിങ്ങിലെ കൺവീനിയന്റ് ആയിട്ട് ചെയ്തേക്കുന്നത്, അതായത് പറ്റുന്ന പോലെ, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ എക്സ്പെക്റ്റഡ് ആയിട്ട് ചെയ്തേക്കുന്ന പരിപാടികൾ നമുക്ക് പറയാൻ പറ്റും. സീൻ ബൈ സീൻ എടുത്ത് പറയാൻ പറ്റും. ശരിക്കും അങ്ങനെ തന്നെയാണ് പോയേക്കുന്നത്. അത് ആ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് പേസിനോ സ്പീഡിനോ ഒന്നും ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ വർക്കലയ്ക്ക് പോവാണ്. ഇവിടുന്ന് തിരുവനന്തപുരത്ത് ഒരു 44 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ
അപ്പൊ ഇന്ന് നമ്മൾ വർക്കലയ്ക്ക് പോവാണ്. നാളെ അച്ഛന്റെ ബർത്ത്ഡേ ആണ്. നാളെയല്ല, ഇന്ന് നൈറ്റ്. ഇന്ന് നൈറ്റ്, ടുമാറോ, ദ ഡേ ടുമാറോ. അപ്പൊ കഴിഞ്ഞ കൊല്ലവും ഇതേ തീയതിയിൽ വർക്കലയിലായിരുന്നു. അപ്പൊ ഇന്നും പിറന്നാൾ വർക്കലയിൽ വെച്ചിട്ടാണ് ആഘോഷിക്കാൻ പോകുന്നത്. ഞാനും ഉണ്ട്, അവളും ഉണ്ട്, പിന്നെ 2 ഫ്രണ്ട്സ് വരുന്നുണ്ട്. മൂവാറ്റുപുഴയിൽ സച്ചിനും പാറുവും വരുന്നുണ്ട്. സച്ചിനും വൈഫും പാറും. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എവിടെ നിന്ന് കഴിക്കാന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് എവിടെ നിന്ന് കഴിക്കാമെന്ന കൺഫ്യൂഷനിലൊടുവിൽ നമ്മൾ തീരുമാനിച്ചു മദേഴ്സ് വെജ് പ്ലാസ. മദേഴ്സ് വെജ് പ്ലാസ എന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. എത്തിയിട്ടുണ്ട്. എപ്പോൾ വന്നാലും ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇന്ന് അധികമില്ല എന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നുന്നുണ്ട്. അകത്ത് കയറിയിട്ട് കാണാം. മസാല ദോശ കഴിക്കാം. ഇവിടുത്തെ മസാല ദോശയും ഇവിടുത്തെ സദ്യയും ഒക്കെയാണ് ഭയങ്കര ഫേമസ്. പല ടൈപ്പ് ഓഫ് പല വെറൈറ്റീസ് ഓഫ് മസാല ദോശകൾ ദോശകൾ ഇവിടെയുണ്ട്. ഞാനേ ഒരു ചെറുക്കനെ കൂടെ പോയി. ഞാൻ അവന് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ അവന് ഡൗട്ട്. അവൻ ഭയങ്കര ഡൗട്ട് ആരാ എന്നാന്ന്. ലാസ്റ്റ് കൺഫ്യൂഷൻ അടിച്ച പാത്രത്തിനാണെങ്കിൽ കരുപ്പില്ല. മദേഴ്സ് വെജ് പ്ലാസയിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ചായ ഒന്നും കുടിക്കാൻ പറ്റിയില്ല. ചായ ഇല്ല, ഗ്യാസ് പ്രശ്നം കൊണ്ട് മസാല കഴിച്ചു, ചായ ഇല്ല. സോ ഭയങ്കര ഇൻകംപ്ലീറ്റ് ഫീൽ ആണ്. അത് ഭയങ്കര പ്രതീക്ഷയോടെയാണ് ചെന്നത്. പക്ഷെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഗ്യാസ് പ്രശ്നമാണ്, വെള്ളം പ്രശ്നമാണ്, മൊത്തത്തിൽ പ്രശ്നമാണ്. അപ്പൊ മെയ് 6-ന് എല്ലാ ഹോട്ടലുകളും കേരളത്തിലെ എല്ലാ ഹോട്ടലും അടക്കി വന്നാണ്. നാളെ വന്ന് പുതിയ മന്ത്രിസഭ വന്നതിന് ശേഷം ഒരു പരിഹാരം ഉണ്ടാക്കുന്നത് എന്നുള്ള ഐഡിയയിലാണ് അവർ. ഫസ്റ്റ് സ്ട്രൈക്കാണ്, അതായത് ഒരു എലക്ഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്ട്രൈക്കാണ്. നമ്മളെല്ലാവരും അതിന് കോപ്പറേറ്റ് ചെയ്യണം. ഹോട്ടൽസ് ഇല്ല. കടൽ കാറ്റിന്മേലെ 14 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവര് ഓൾറെഡി വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നമുക്കായിട്ട് കാത്ത് കരിവാടായിട്ടിരിക്കുവാണ്. അപ്പൊ നമുക്ക് അവരെ പിക്ക് ചെയ്തിട്ട് വേണം പോകാൻ. പിന്നെ ഇതിന്റെ വേറൊരു അതിശയിപ്പിക്കുന്ന ഫാക്ട് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ സ്റ്റേ ബുക്ക് ചെയ്തിട്ടില്ല. ബുക്ക് ചെയ്തോ? സ്റ്റേ ബുക്ക് ചെയ്തില്ല. സ്റ്റേ കിട്ടിയില്ലെങ്കിൽ എല്ലാവർക്കും കൂടെ മത്തി വിരിച്ചിട്ടേക്കണ പോലെ കടലിന്റെ അവിടെ കിടക്കാം. കടലിന്റെ അവിടെ സാധാരണ ഇത്തരം അഡ്വഞ്ചറസ് ജേർണികളിൽ മനുമോഹൻ ഉണ്ടാവാറുണ്ട്. മനുമോഹൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ്. പക്ഷെ മനുമോഹൻ ഇല്ലെത്താം. മനുമോഹൻ പെങ്ങളുടെ കല്യാണക്കത്ത് ഞങ്ങള് പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ബുക്ക് ചെയ്ത് പോകുന്നത് വളരെ ചുരുക്കമാണ്. കഴിഞ്ഞ തവണ വർക്കല പോയപ്പോൾ നമുക്ക് അടിപൊളി സ്റ്റേ കിട്ടി. അത് ഞങ്ങൾക്ക് ഇതേപോലെ ഹിഡൻ ആയിട്ട് കിട്ടി. ആ കാരണം ഞങ്ങളത് ആപ്സിലൊന്നും നോക്കിയിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോ ഞാൻ ഈ ഓപ്ഷൻ എല്ലാവരുടെ അടുത്തും പറയില്ല. പക്ഷെ ബേസിക്കലി കേരളത്തിനകത്ത് നമുക്ക് ഈ ലിബർട്ടി എടുക്കാവുന്നതാണ്. അല്ല, നമുക്ക് എപ്പോഴാണ് അടി കിട്ടണേന്ന് പറയാൻ പറ്റില്ല. ഇതുവരെയും പെട്ടുപോയിട്ടില്ല കേട്ടോ, ഒരിടത്തും പെട്ടുപോയിട്ടില്ല. ഇതുപോലെ ഹണ്ട് ചെയ്ത് പോയിട്ടെല്ലാം നല്ലതായിരുന്നു. ഇവിടെയും നമ്മളങ്ങനെ നോക്കും. നമുക്ക് കഴിഞ്ഞ വർക്കലയ്ക്ക് വന്നിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ട് അല്ല വന്നേ. ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച് കൊള്ളാവുന്ന ഒരു സാധനം കണ്ടുപിടിച്ച്. അപ്പൊ അതുപോലെ നമുക്കിത് ഇത്തവണയും കിട്ടുമായിരിക്കും എന്നുള്ളൊരു തോന്നലാണ്. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ എന്റെ കൂട്ടുകാരി അശ്വതി ഉണ്ട് വർക്കലയിൽ. അവളുടെ അടുത്ത് പറഞ്ഞു സെറ്റ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ട്രിപ്പുകൾ പോകുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനിയിപ്പോ 12 കിലോമീറ്റർ കൂടി ഏകദേശം തീരദേശത്തൂടെയാണ് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫുള്ള് പള്ളികളാണ്. മീൻസ് പള്ളികൾ മാത്രമല്ല എല്ലാം ഉണ്ടാവും. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് വെച്ച് കഴിഞ്ഞാൽ ഈ ആർക്കിടെക്ചർ വൈസ് വളരെ വൃത്തിയുള്ള ഭയങ്കര നല്ല രസമുള്ള പള്ളികൾ. പക്ഷെ ഇതൊന്നും സിനിമകളിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതാരും സിനിമ ലൊക്കേഷനായിട്ട് മറ്റേ യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ ഇവൾ അഭിനയിച്ച
ഒരു സിനിമയുണ്ട്, സുഖമാണ് സുഖമാണ്, മാത്യു തോമസിന്റെ ചെറിയ ക്യാരക്ടർ ചെയ്ത് അത് ഷൂട്ട് ചെയ്ത പള്ളി ഇവിടെ കണ്ടു. അത് പറഞ്ഞോ എന്നാ അത് ഷൂട്ട് ചെയ്തൊരു പള്ളിയെന്നാണ് ഇവിടെ അത് ഷൂട്ട് ചെയ്തൊരു പള്ളി കണ്ടു. പക്ഷെ അതിന് ആ പടത്തിലും അത് അത്ര ഞാൻ വ്യക്തമായിട്ട് ഞാൻ അതിന്റെ ഒരു ഭംഗിയൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ ആ പള്ളി പുറത്തുനിന്നാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അവരെ പിക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വരുന്നത്. അവരെ പിക്ക് ചെയ്തിട്ട് കാണാം. അപ്പോ ഒട്ടും വേർന്നിട്ടില്ല. അവള് മേക്കപ്പ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാ മാറണമെന്നാണ്. സ്റ്റേ തപ്പിക്കൊണ്ടിരിക്കുവാണ്. ഒരു മണിക്കൂറായി സ്റ്റേ തപ്പി നടക്കുന്നത്, ഇതുവരെ കിട്ടിയില്ല. ഇതും അതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്കൊരു ആയുർവേദ റിസോർട്ട് കിട്ടിയിട്ടുണ്ട്. അശ്വതി ജഗദീഷിനെ വിളിച്ചു. അപ്പൊ അശ്വതി പറഞ്ഞിട്ട് ഇപ്പൊ യാനി കിട്ടിയിട്ടുണ്ട്. യാനിന് ഇപ്പൊ ഇഫ് യു വാണ്ട് കിട്ടിന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, പോയി നോക്കിയിട്ട് തീരുമാനിക്കാം. Yes, we reached. അതായിരിക്കും റൂം നിങ്ങളുടെ. താക്കോൽ അതിൽ കാണുമല്ലോ. നമുക്ക് സച്ചിനും പാറുവിനും കൊടുക്കാം. ഒരു മണിക്കൂറത്തെ റിസർച്ചിന് ശേഷം ഞങ്ങൾ തിരഞ്ഞെടുത്തു യാനി ആയുർവേദ റിസോർട്ട്. ഇറ്റ്സ് ഗുഡ്, കുഴപ്പമില്ല. ഓക്കെ ആണല്ലേ? ആ ബാൽക്കണി ഉണ്ട് തന്നെ. അപ്പുറേ ആ ഇവിടെ ബാൽക്കണി ഉണ്ട്, ഒരു പൂൾ വ്യൂ കിട്ടും. അങ്ങനെ ഒരു മണിക്കൂറത്തെ റിസർച്ചിന് ശേഷം ഞങ്ങൾ തിരഞ്ഞെടുത്തതാണ് യാനി ആയുർവേദ റിസോർട്ട്. എല്ലായിടവും ഫില്ല, ബാക്കി എല്ലായിടവും വർക്കലയിൽ ഫില്ലാണ്. നമ്മളൊരു 10-15 റിസോർട്ടിലെങ്കിലും വിളിച്ചിട്ടുണ്ടാവും, അവിടെ എല്ലാം ഫില്ലാണ്. അറ്റ് ലാസ്റ്റ് നമുക്ക് കിട്ടിയതാണ് ഈ ഏരിയ. പക്ഷെ കൊള്ളാം കേട്ടോ, ഇത് പലരും മിസ് ചെയ്യുന്നുണ്ട്, യാനി ആയുർവേദ റിസോർട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെറും സ്റ്റേ മാത്രമല്ല, ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. ധാരയും അഭ്യങ്കവും നസ്യവും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ വർക്കല വരുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, യാനി ആയുർവേദ റിസോർട്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ നമുക്ക് കാണാം. ഓക്കെ, യാനി ആയുർവേദ റിസോർട്ടിലാണ് നിൽക്കുന്നത്. കൊള്ളാം, ഇവിടെ രസമുണ്ട്. ഇപ്പോൾ ഗസ്റ്റായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. ആൻഡ് ഇവിടുത്തെ ആംബിയൻസും പൂളും ഒക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നാളെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാനൊരു കേക്കൊക്കെ സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് വെച്ചു. അതെല്ലാം അടവടല മൂഞ്ചി പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ലിറ്ററലി പൊളിഞ്ഞു. ഞാൻ ഭയങ്കര വിഷമിച്ചു ഞാൻ കരഞ്ഞു. എങ്ങനെയാണ് പൊളിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടുത്തെ മെയിൻ ഡോക്ടറിനെ ഞാൻ വിളിച്ചിട്ട്, അച്ചുവിൻ്റെ ഫോണിൽ നിന്നാണ് ഇവിടുത്തെ മെയിൻ ഡോക്ടറെ വിളിച്ചിട്ട് ഈ റിസോർട്ട് ബുക്ക് ചെയ്യുന്നത്.
ഞാൻ ഇവിടെ വന്നതിന് ശേഷം കേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചത് എൻ്റെ ഫോൺ നമ്പറിൽ നിന്നാണ്. പക്ഷേ ഇവിടെ നിന്ന് കേക്ക് ബുക്ക് ചെയ്തു കേട്ടോ, കേക്ക് ഓക്കെ ആണ് കേട്ടോ എന്ന് വിളിച്ച് പറഞ്ഞത് അച്ചുവിൻ്റെ ഫോണിലോട്ടായി പോയില്ലേ, സർപ്രൈസ് പോയില്ലേ. പിന്നെ കുഴപ്പമില്ല, ഞാൻ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എല്ലാം അച്ചുവായിട്ട് അറിഞ്ഞു തന്നെയാണ് ചെയ്യുന്നത്. അയ്യോ, അപ്പം അങ്ങനെ ഞാൻ ബീച്ചിലോട്ട് പോവാം. ഓക്കെ, ബൈ. എങ്ങനെയുണ്ട് കാലാവസ്ഥ? ഉറക്കെ പറയണം, മൈക്കൊന്നുമില്ല. കാലാവസ്ഥ കൊള്ളാം. മഴ പെയ്യാനും പെയ്യാതിരിക്കാനുമുള്ള ചാൻസ് ഉണ്ടെന്നാണ് നമ്മുടെ സച്ചിൻ പറയുന്നത്. ബീച്ചിലിടാൻ പറ്റിയ കോസ്റ്റ്യൂം അല്ലേ അച്ചു? ഉറക്കെ പറയണം. പറയാനൊന്നുമില്ല. നല്ല കാലാവസ്ഥ, നല്ല സ്ഥലം, നല്ല വൈബ്. ഒന്നും കേൾക്കൂല. നല്ല കാലാവസ്ഥ, നല്ല സ്ഥലം, നല്ല വൈബ്, നല്ല വർക്കല. മൈ ഹസ്ബൻഡ് വിത്ത് മീ ഇങ്ങനെ അട്ടി. മൈ ഹസ്ബൻഡ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഇപ്പൊ കാണിച്ചത്. എനിക്കെന്താ ഓർമ്മ പറയാം, ഒരു നരലില് വരെ തടി ഒഴിക്കുമല്ലേ, അത് പിടിച്ചിട്ട് വട്ടം കയറൊക്കെ. സരോജ് കുമാർ ബാബു, എങ്ങനെയുണ്ട് നമ്മളുടെ പടത്തിന്റെ റെസ്പോൺസ്? സാർ ഇതുവരെ നല്ല റെസ്പോൺസ് ആണ്. സാറിനെ പറ്റി വളരെ ഞാൻ അങ്ങോട്ട് കേറി വന്നിട്ട് പറയാം. എന്റെ പാളിപ്പോയ സർപ്രൈസ്. ബർത്ത്ഡേ ഒക്കെ എല്ലാ സാധനവും എല്ലാം സെറ്റ് ചെയ്തു, കേക്കൊക്കെ ഓർഡർ ചെയ്തു, എല്ലാ പരിപാടിയും തീർത്തു. അത് കഴിഞ്ഞിട്ട് കേക്ക് റെഡിയായി പറഞ്ഞ് വിളിച്ചത് തന്നെ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്.